ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിലെ കീ മെട്രിക്സ് ആയ EPS പറ്റിയാണ്. അപ്പോൾ EPS എന്ന് പറഞ്ഞാൽ ഏൺ പെർ ഷെയർ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി അതിൻ്റെ ഒരു ഷെയറിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, അത് എത്രമാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ചെറിയൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു EPS വാല്യൂയും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ EPS കൂടുതലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കമ്പനീസിന് ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ EPS ഏതിലാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു കമ്പനികൾ സെലക്ട് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു EPS കാൽക്കുലേഷൻ വരുന്നത് അതിൻ്റെ നെറ്റ് ഇൻകത്തിനെ നമ്പർ ഓഫ് ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് കാണാം. അതുപോലെ തന്നെ നെറ്റ് ഇൻകം ഇവിടെ കാണാൻ സാധിക്കും. നെറ്റ് ഇൻകം കാണാം. അപ്പോൾ ഇവിടെ നെറ്റ് ഇൻകം വന്നിരിക്കുന്നത് 696.21 ബില്യനാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് കാണിക്കുന്നത് 13.53 ബില്യനാണ്. അപ്പോൾ നമ്മൾ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഈ ഒരു ടോട്ടൽ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു EPS വാല്യൂ കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം. 696.21 ഡിവൈഡ് ബൈ ടോട്ടൽ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് 13.53 51.45 കണ്ടോ, ഒരു വാല്യൂ കിട്ടിയതുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് EPS കാൽക്കുലേഷൻ നടക്കുന്നത്. നമുക്കാണെങ്കിൽ വേറെ സ്റ്റോക്ക് നോക്കാം. കല്യാൺ ജ്വല്ലേഴ്സ് നോക്കാം. ഇത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 5.97 ബില്യനാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. 5.97 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എത്രയാണ് നോക്കാം. 1.03 ബില്യൺ. 1.03. അപ്പോൾ കൂടെ 5.796 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5.80. നമുക്ക് EPS 5.80 ഉണ്ടോ. ഇനി നമുക്കുണ്ടെങ്കിൽ ഐഡിയ നോക്കാം. അപ്പോൾ ഐഡിയയിൽ നമുക്ക് ഇവിടെ EPS 0 ആണ്. അപ്പോൾ ഐഡിയ ഇപ്പോൾ പ്രോഫിറ്റിലല്ല. അപ്പോൾ അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ EPS കൂടി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ EPS വാല്യൂ കൂടുന്നതനുസരിച്ച് ആ ഒരു കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റിലും അതുപോലെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഈ ഒരു EPS വാല്യൂ കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.